ഹേ പ്രിയ മിത്രമേ, നീ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്തോർത്ത് സങ്കടപ്പെടാറില്ലേ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന ചോദ്യം മിക്കപ്പോഴും നിന്നെ അലട്ടാറില്ലേ? എന്നാൽ നീ അറിയുക, ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ യാദൃശ്ചികമല്ല. ഓരോന്നും മറ്റൊന്നിനു വേണ്ടി സംഭവിക്കുന്നതാണ്. ഈ പ്രപഞ്ചമെന്ന മായാഗോപുരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിനിഗൂഢമായ ഈ കാര്യകാരണ ബന്ധത്തിലൂടെ അത്രേ. ഹേ മിത്രമേ, ഞാനത് വിശദമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹേ മിത്രമേ, നീ ഒരു വിത്തിനെ നോക്കൂ. ആ വിത്ത് മണ്ണിൽ വീണ് അതിന്റെ രൂപം നശിക്കേണ്ടി വരുന്നു. അത് കാണുന്നവർക്ക് വിത്തിന് നാശം സംഭവിച്ചതായി തോന്നാം. എന്നാൽ ആ നാശത്തിൽ നിന്നാണ് ഒരു വലിയ വൃക്ഷം ജനിക്കുന്നത്. അതായത് വൃക്ഷമുണ്ടാകാൻ വിത്തില്ലാതാകണം. അതുപോലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു നഷ്ടം നാളെ വരാനിരിക്കുന്ന വലിയൊരു നേട്ടത്തിന്റെ വിത്തായിരിക്കാം. ചിന്തിച്ചു നോക്കൂ. ഹേ പ്രിയപ്പെട്ടവനെ, ഈ പ്രപഞ്ചത്തിന്റെ അത്യത്ഭുതകരമായ പരസ്പര ബന്ധത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? കടലിലെ ഓരോ തിരമാലയും അടുത്ത തിരമാലയ്ക്ക് കാരണമാകുന്നു. കാറ്റ് വീശുന്നത് പൂക്കൾ വിരിയാനാണ്. പൂക്കൾ വിരിയുന്നത് തേനീച്ചകൾക്ക് വേണ്ടിയാണ്. ഈ പ്രപഞ്ചം ഒരു വലിയ മാല പോലെയാണ്. അതിലെ ഓരോ മുത്തും മറ്റൊന്നിനോട് കോർക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ച താളത്തിനൊപ്പമാണ് നമ്മൾ എല്ലാവരും ചലിക്കുന്നത്. അതുകൊണ്ട് ഹേ മിത്രമേ, നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും നിനക്കുണ്ടാകുന്ന ഓരോ അനുഭവത്തിനും ഒരു ദൗത്യമുണ്ട്. അത് നിന്നെ പരുവപ്പെടുത്താനോ എന്തെങ്കിലും പഠിപ്പിക്കാനോ വേണ്ടിയുള്ളതാണ്. ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നാളെ നിന്നെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടിയുള്ളതാകാം. ഒരു ശില്പി കല്ലിനെ ഉളികൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അത് ആ കല്ലിനെ ഒരു സുന്ദര ശില്പമായി മാറ്റാനാണ്. അതുകൊണ്ട് ഹേ മിത്രമേ, വേദനയില്ലാതെ മാറ്റമില്ല, മാറ്റമില്ലാതെ വളർച്ചയുമില്ല. അപ്പോൾ നീ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും നിന്റെ കർമ്മങ്ങളെ കഴുകി ശുദ്ധമാക്കാനാണെന്ന് നീ മനസ്സിലാക്കുക. ഹേ പ്രിയ മിത്രമേ, നിനക്ക് ചിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഞാൻ ചിത്രം മുഴുവനായി കാണുന്നു. നീ പലപ്പോഴും കാര്യങ്ങളുടെ ഒരു വശം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പകരം സംഭവിക്കുന്നതിന്റെ രണ്ടു വശങ്ങളും കാണാൻ ശ്രമിക്കൂ. ഹേ പ്രിയമിത്രമേ, അർജുനൻ യുദ്ധക്കളത്തിൽ തളർന്നു പോയതിനാൽ എന്നിലൂടെ ലോകത്തിന് ഗീത ഉപദേശിക്കപ്പെട്ടു. അതിനാൽ ഓരോ തകർച്ചയ്ക്കും പിന്നിൽ ഒരു നിർമ്മാണമുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ചിന്തിച്ചു നോക്കൂ. ഹേ പ്രിയമിത്രമേ, അതിനാൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് എന്നെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുക. നിനക്ക് സംഭവിക്കുന്ന ഓരോ കാര്യവും നിന്നെ എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന സത്യം തിരിച്ചറിയുക. ഇരുട്ടുണ്ടാകുന്നത് വെളിച്ചത്തിന്റെ വില അറിയാനാണെന്ന് ഓർക്കുക. ഇങ്ങനെ കാര്യകാരണ ബന്ധമെന്ന നിഗൂഢ പാതയിലൂടെ ഓരോ ജീവനും സ്വയം പരിവർത്തനത്തിന് വിധേയമാകുന്നു. എല്ലാം എന്റെ ഇച്ഛയാൽ സംഭവിക്കുന്നു. അങ്ങനെ അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ മനസ്സ് എന്നിലേക്ക് തിരിക്കുവാൻ നീ പഠിക്കുന്നു. ആത്യന്തികമായി എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പാഠമായി കാണാൻ തുടങ്ങുമ്പോൾ സങ്കടങ്ങൾ മാഞ്ഞു പോകുന്നു.